IFFKയിൽ വിലക്കിയ 4 ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി. ഇനി അനുമതി ലഭിക്കേണ്ടത് 15 ചിത്രങ്ങൾക്ക്. മീര മനോഹരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മീര, ഏതൊക്കെ ചിത്രങ്ങൾക്കാണ് അനുമതി ലഭിച്ചത്? അനുമതി ലഭിക്കാത്തവ ഏവ? അഖില, തീർച്ചയായും ഇപ്പോൾ 4 ചിത്രങ്ങൾക്കാണ് ഈ പ്രദർശന അനുമതി കേന്ദ്ര ബ്രോഡ്കാസ്റ്റ് മന്ത്രാലയം നൽകിയിട്ടുള്ളത്. പ്രധാനമായും ബീഫ്, വൺസ് അപ്പോൺ എ ടൈം ഇൻ ഗാസ, ഈഗിൾസ് ഓഫ് ദ റിപ്പബ്ലിക്, ഹേർട്ട് ഓഫ് ദ വോൾഫ് എന്നീ ചിത്രങ്ങൾക്കാണ് നിലവിൽ അനുമതി ലഭിച്ചിട്ടുള്ളത്. നേരത്തെ ഉൾപ്പെടെ 19 ചിത്രങ്ങൾക്കായിരുന്നു ഈ കടുംവെട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തന്നെ പേരുൾപ്പെടെ പ്രധാനപ്പെട്ട 4 ചലച്ചിത്രങ്ങൾക്കാണ് ഇപ്പോൾ അനുമതി ലഭിച്ചിട്ടുള്ളത്. ചലച്ചിത്ര അക്കാദമിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഔദ്യോഗിക പ്രതികരണം ഉടൻ തന്നെ വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ പലസ്തീൻ ആശയങ്ങൾ പശ്ചാത്തലമായി വരുന്ന അല്ലെങ്കിൽ ഫാസിസ്റ്റ് വിരുദ്ധ നിലപാടുകൾ പശ്ചാത്തലമായി വരുന്ന ചലച്ചിത്രങ്ങൾക്കായിരുന്നു പ്രത്യേകമായും ഈ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. 19 ചിത്രങ്ങളായിരുന്നു ആ ലിസ്റ്റിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം 8ഓളം ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഇന്നിപ്പോൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന 9 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ സാധിക്കില്ല എന്നായിരുന്നു മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിൽ 4 ചിത്രങ്ങൾക്ക് ഇപ്പോൾ അനുമതി ലഭിച്ചിരിക്കുന്നു. ഇനി 15 ചിത്രങ്ങൾക്കാണ് അനുമതി ലഭിക്കാനുള്ളത്. അവ കൂടി ഈ പ്രദർശിപ്പിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുന്നുണ്ട് എന്ന് ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാനോട് ഉൾപ്പെടെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും IFFKയുടെ വേദിയിൽ ഇങ്ങനൊരു പ്രതിഷേധം അല്ലെങ്കിൽ ഇങ്ങനൊരു വിവാദം കത്തി നിൽക്കുന്ന സമയമാണ്. പ്രമുഖരുൾപ്പെടെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അല്പം മുമ്പേ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം നമ്മൾ കണ്ടു. അതായത് ഇതുവരെ ഈ 30 വർഷത്തിന്റെ ചരിത്രമുള്ള IFFKയിൽ ഇതുവരെ ഇല്ലാത്ത പ്രശ്നമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് ബോധപൂർവമാണ്. 187 സിനിമകളുടെ അപേക്ഷയാണ് ഞങ്ങൾ, അതായത് സാഹിത്യ അക്കാദമി കേന്ദ്രത്തിന് നൽകിയിട്ടുള്ളത്. അതിൽ 154 അനുമതി വന്നു. പിന്നീട് 4 കൂടി വന്നു. ഇനി 19 അനുമതി വേണമെന്നായിരുന്നു അല്പസമയം മുമ്പ് സജി ചെറിയാൻ പ്രതികരിച്ചത്. എന്തായാലും ആ വിഷയത്തിൽ 19 വലിയ പ്രതിസന്ധിയായിരുന്നു IFFKയിൽ ഉണ്ടായിരുന്നത്. അതിപ്പോൾ ഏതാണ്ട് ഒരുവിധം പരിഹരിച്ചിരിക്കുന്നു എന്ന വിവരമാണല്ലോ വരുന്നത്. മീര മനോഹരനാണ് വിവരങ്ങൾ നൽകി.